കരുവന്നൂർ സഹകരണ ബാങ്കിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയ ജോഷിയുമായി ബാങ്ക് അധികൃതർ ചർച്ച നടത്തി. ജോഷിയുടെ പേരിൽ ബാങ്കിലുള്ള നിക്ഷേപത്തിൽ 28 ലക്ഷം രൂപയുടെ ചെക്ക് നൽകി. ബാക്കി തുക 3 മാസത്തിനുള്ളിൽ നൽകാനും ചർച്ചയിൽ ധാരണയായി. ബാങ്ക് അധികൃതരുടെ ഉറപ്പിന്മേലാണ് ജോഷി സമരം അവസാനിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ഇന്ന് വരെയുള്ള പലിശ കണക്കാക്കിയിട്ട് ചെക്ക് തരികയാണ് ചെയ്തത്. ബാക്കി നിക്ഷേപങ്ങൾ കുടുംബാംഗങ്ങളുടെ ബാക്കിയുള്ളതൊക്കെ നാളെ അവർ കൂടിയിട്ട് 3 മാസത്തിനുള്ളിൽ താഴെയുള്ള ഒരു ഡേറ്റ് കണക്കാക്കിയിട്ട് ചെയ്യാമെന്ന് അഡ്മിനിസ്ട്രേറ്റർ CEO രാജേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ രേഖാമൂലം എഴുതി തരണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എൻ്റെ പേരിലുള്ളത് മാത്രം തന്നിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ നാളെ തീരുമാനമാക്കിയിട്ട് എഴുതി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇതിപ്പം 28 അല്ലേ, ബാക്കി ഏകദേശം ഒരു 60 ലക്ഷം രൂപ അറൗണ്ട് ഉണ്ടാവും. അതിന് താഴെ പലിശ അടക്കം. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. അജീഷ്, എന്താണ് ഈ സമരം ഒത്തുതീർപ്പാക്കാനിടയായ ധാരണ? അക്കാര്യത്തിൽ ബാങ്ക് പ്രതികരിച്ചിട്ടുണ്ടോ? വിജയകുമാർ, ഈ കരുവന്നൂർ ബാങ്ക് സിഇഒയും അഡ്മിനിസ്ട്രേറ്ററുമായി നടത്തിയ 3.5 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് മാപ്രാണം സ്വദേശിയായ ജോഷിക്ക് താൽക്കാലികമായി നീതി ലഭിച്ചത്. ജോഷിയുടെ പേരിൽ ബാങ്കിൽ ഉണ്ടായിരുന്ന പണവും അതിന്റെ പലിശയും അടക്കം 28 ലക്ഷം രൂപയുടെ ചെക്കാണ് കൈമാറിയിട്ടുള്ളത്. ജോഷിയുടെ കുടുംബാംഗങ്ങളുടെ പേരിലുള്ള ബാക്കി തുക 3 മാസത്തിനുള്ളിൽ ഒരു ഡേറ്റ് തീരുമാനിച്ച് ബാങ്ക് നൽകും. അത് എന്ന് നൽകണമെന്ന കാര്യം ബാങ്ക് നാളെ അറിയിക്കും. എന്നാൽ ബാങ്ക് ഇത് വാക്കാലാണ് ആദ്യം പറഞ്ഞതെന്നാൽ ഇത് നാളെ തന്നെ രേഖാമൂലം എന്ന് നൽകുമെന്നുള്ള കാര്യം എഴുതി നൽകണമെന്ന് ജോഷി ആവശ്യപ്പെട്ടു. അങ്ങനെ തന്നെ ചെയ്യാമെന്ന ബാങ്കിന്റെ ഉറപ്പിലാണ് ജോഷി ഇന്ന് നടത്തിയ കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിച്ചത്. ഇന്ന് വൈകിട്ട് ഏതാണ്ട് 5 മണിയോടുകൂടിയാണ് കരുവന്നൂർ ബാങ്കിന്റെ മാപ്രാണം ശാഖയിൽ ജോഷി എത്തിയത്. 2 ആഴ്ച മുമ്പ് ദയാവധത്തിന് ജോഷി മുഖ്യമന്ത്രിക്കും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും അനുമതി തേടി ഒരു കത്തയച്ചിരുന്നു. ആ കത്തിൽ ജോഷി പറഞ്ഞിരുന്നത് ജനുവരി 30-നുള്ളിൽ ദയാവധത്തിന് അനുമതി നൽകണമെന്നായിരുന്നു, അല്ലെങ്കിൽ പണം തിരികെ നൽകണം. ഈ സംഭവം വലിയ വിവാദമായതോടുകൂടിയാണ് സഹകരണ മന്ത്രി അടക്കം ഇടപെട്ട് ജോഷിയുടെ പണം ജനുവരി 30-നുള്ളിൽ തന്നെ തിരികെ നൽകുമെന്ന് ഉറപ്പ് നൽകിയത്. പക്ഷേ ആ ഉറപ്പ് പാലിക്കാത്തതിനെ തുടർന്നാണ് ഇന്ന് ജോഷി വൈകിട്ട് മാപ്രാണം ശാഖയിൽ എത്തിയത്. എന്തായാലും ഇന്ന് നടത്തിയ ഈ സമരത്തിനൊടുവിൽ ഒരു തീരുമാനമായിരിക്കുന്നു. ജോഷിയുടെ പേരിലുള്ള നിക്ഷേപത്തിന് 28 ലക്ഷം രൂപ നൽകി. ബാക്കി തുക ഏതാണ്ട് 60 ലക്ഷത്തോളം രൂപ വരും, പലിശയും അടക്കം. അത് നാളെ തീരുമാനിക്കും എന്ന് കൊടുക്കണമെന്നുള്ളത്. 3 മാസത്തിനുള്ളിൽ കൊടുക്കാനാണ് നിലവിൽ ധാരണയായിരിക്കുന്നത്. ജോഷിയുടെ പേരിൽ ബാങ്കിലുള്ള നിക്ഷേപത്തിൽ 28 ലക്ഷം രൂപയുടെ ചെക്കാണ് ഇപ്പോൾ ബാങ്ക് നൽകിയത്. ബാക്കി തുക 3 മാസത്തിനുള്ളിൽ നൽകാനും ചർച്ചയിൽ ധാരണയായി. ബാങ്ക് അധികൃതരുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ജോഷി ഇന്ന് വൈകിട്ട് തുടങ്ങിയ സമരം അവസാനിപ്പിച്ച്. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്. വാർത്താ വഴി തുടരും ഇടവേളയ്ക്ക് ശേഷം.